ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ. നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൻ്റെ ഉത്തരം നിങ്ങളുടെ സമീപത്ത് തന്നെ അല്പം മാറി ദൈവത്താൽ അതിൻ്റെ മറുപടി രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥന നിർത്തരുതേ. ഇന്ന് ദൈവത്തോട് ചോദിക്കുന്ന കാര്യത്തിൻ്റെ ഉത്തരം മറുവശത്ത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനനുസൃതമായി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. പണിയെടുക്കുന്ന അച്ഛൻ കയറി വരുമ്പോഴേക്കും അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ഉച്ചയൂണ് അടുക്കളയിൽ അമ്മ തയ്യാറാക്കുന്നത് പോലെയാണ് ഈ പരിപാടി. നിങ്ങൾ പ്രാർത്ഥനാ മുറിയിലായിരിക്കുമ്പോൾ നിങ്ങളുടെ മറുപടി മറ്റൊരു ഭാഗത്ത് വളരെ ഭംഗിയായി തന്നെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന കേവലം വായുവിലേക്കുള്ള വാക്കുകളുടെ അയക്കപ്പെടലല്ല. നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നോ ആ ഉത്തരത്തെ നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏലിയാവ് പണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം ആഗ്രഹിച്ച മഴമേഘം ദൂരെ രൂപം കൊണ്ട് അദ്ദേഹം ഇരുന്നിടത്തേക്ക് പറന്നു വരികയായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് പകൽ ഏർപ്പെട്ടിരിക്കുന്ന കാര്യം, നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യത്തിന് മറുപടിയെ അതിവിദഗ്ധമാം വിധം രൂപകൽപ്പന ചെയ്യുന്ന ദൈവത്തോടു കൂടെയുള്ളതായ ഒരു ജോലിയിലാണ് നിങ്ങൾ ഇന്ന് ഏർപ്പെട്ടിരിക്കുന്നത്. പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളെ വിളിക്കട്ടെ. ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് നമുക്ക് കടക്കാം. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ പുരാതന കാലത്തെ റോമൻ എംപയറിലെ ഒരു സൈനികനായിരുന്ന, ഒരു സെഞ്ചൂറിയനായിരുന്ന കൊർന്നല്യോസ് എന്ന് പറയുന്ന മനുഷ്യനെക്കുറിച്ചുള്ളതായ ഒരു വിവരണമാണ് കൊടുത്തിരിക്കുന്നത്. ഇറ്റാലിയ എന്ന് പറയുന്ന പട്ടാള ക്യാമ്പിൻ്റെ മേധാവിയായിരുന്ന ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ വളരെ ദൈവഭക്തനും ദാനധർമ്മിഷ്ഠനും തൻ്റെ കുടുംബമായ ദൈവത്തെ സേവിക്കുന്നവനും ഭയപ്പെടുന്നവനുമായിരുന്നുവെന്ന് ബൈബിൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ഈ കൊർന്നല്യോസ് അയാളുടെ ജീവിതത്തെ നമ്മളൊന്ന് പഠിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് ഞാൻ പറയാം. അയാൾ വലിയ ആത്മീയനായിട്ട് മാറിയിട്ടില്ല. ആ കാലഘട്ടത്തിലെ സഭയ്ക്കകത്ത് അയാൾ വന്നിട്ടില്ല. യേശുക്രിസ്തുവിനെ ആ കാലഘട്ടത്തിൽ അയാൾ പിന്തുടർന്ന് പോയിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ താൻ ആചരിക്കുന്ന അല്ലെങ്കിൽ അയാൾ ആയിരിക്കുന്ന ആത്മീക മേഖലയിൽ അയാൾ ദാനധർമ്മിഷ്ഠനും ദൈവത്തോട് പേടിയുമൊക്കെ ഉള്ളവനായി ഒരു നല്ല മനുഷ്യനായി ജീവിക്കുകയാണ്. നമ്മൾ വലിയ ആത്മീയരായി മാറിയില്ലേലും നല്ല മനുഷ്യരായി നിന്നാൽ തന്നെ അതിനൊരു പ്രതിഫലമുണ്ട്. മനസ്സാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങളിൽ നിന്ന് കൈ പിൻവലിച്ചാൽ തന്നെ ഒരു ദൈവിക അനുഗ്രഹം നമുക്കുണ്ടാകും. നിങ്ങളെ ദൈവം ഒരു ആത്മീക പാന്താവിലേക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ട്, വളർത്തുന്നുണ്ട്, കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾ യേശുവിലേക്ക് ആയിത്തീരുന്നതിന് മുമ്പ് തന്നെ കൃപ, ദൈവത്തിൻ്റെ കൃപ, അതിൻ്റെ ദൗത്യം നിങ്ങളുടെ ജീവിതത്തിൽ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തിച്ചു തുടങ്ങും. ഒറ്റ വാക്ക് പറയാം. പൗലോസ്ലീഹ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്: എൻ്റെ ജനനം മുതൽ തൻ്റെ കൃപയാൽ എന്നെ വിളിച്ചു വേർതിരിച്ച ദൈവം. അതായത് പൗലോസ് എന്ന് ജനിച്ചോ ആ ജനിച്ച കാലം മുതൽ ദൈവത്തിൻ്റെ പദ്ധതി അയാളുടെ മേൽ ആരംഭിച്ചിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പൗലോസ് എന്ന് പറയുന്ന വ്യക്തി പുരാതന കാലത്ത് ശൗൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആളാണ്. പിന്നീടാണ് താൻ ഒരു ക്രിസ്തു ശിഷ്യനായി മാറിയത്. എന്നാൽ തൻ്റെ ജനനം മുതൽ ദൈവം തന്നെ വിളിച്ചിരുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളാണേലും, ഏത് ആശയത്തിൽ നിൽക്കുന്ന വ്യക്തിയാണേലും, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പദ്ധതി ഇതിനോടകം നിങ്ങളുടെ മേൽ ഒരു കർമ്മം ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ എൻ്റെ ഈ വാക്ക് കേൾക്കുന്നത്. അതുകൊണ്ട് യേശു നിങ്ങളിൽ നിന്ന് ദൂരെയല്ല. കർത്താവിൻ്റെ കരം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒത്തിരി അകലെയല്ല. ദൈവം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. യേശു നമ്മുടെ ഒപ്പം തന്നെയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, ദാനധർമ്മങ്ങൾ, ദൈവത്തോടുള്ളതായ പ്രാർത്ഥനകൾ, ഇതെല്ലാം സ്വർഗത്തിൽ വ്യക്തമാം വിധം രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൊർന്നല്യോസ് പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ സമാനമായ മറ്റൊരു പരിപാടി വേറൊരിടത്ത് നടക്കുകയാണ്. അതെന്താണെന്ന് കൂടെ പെട്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. കർത്താവിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യനായിരുന്ന പത്രോസ്ലീഹ ആ സമയത്ത് പ്രാർത്ഥിക്കുവാനായി താൻ തയ്യാറാകുകയാണ്. അപ്പോൾ ആ ഉച്ച കഴിഞ്ഞ സമയത്ത് അദ്ദേഹം പ്രാർത്ഥിക്കാൻ വേണ്ടി കയറുമ്പോൾ, ഉച്ച കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്കെല്ലാം ഒരു ഉറക്കം വരാറുണ്ട്. ഇതുപോലെ പത്രോസ്ലീഹായ്ക്കും ഒരു ഉറക്കം വന്നു. മാത്രമല്ല അദ്ദേഹത്തിന് വിശക്കുന്നുമുണ്ട്. ഈ വിശപ്പോടുകൂടെ താൻ ഈ പ്രാർത്ഥിക്കാൻ കയറിയിരിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം പറയട്ടെ. പ്രാർത്ഥനയാണോ വിശപ്പാണോ വലുത്, അല്ലെങ്കിൽ ആഹാരമാണോ പ്രാർത്ഥനയാണോ പ്രധാനമെന്ന് ചോദിച്ചാൽ പത്രോസ്ലീഹ പറയും പ്രാർത്ഥനയാണ് പ്രധാനപ്പെട്ടത്. പ്രാർത്ഥന കഴിച്ചിട്ട് ആഹാരം കഴിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് നിങ്ങളുടെ പ്രയറിന് വളരെ പ്രയോറിറ്റി ഉണ്ട്. അതിന് ഭക്ഷണത്തെക്കാൾ പ്രാധാന്യത കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഈ വേദഭാഗം നമ്മളോട് വളരെ വ്യക്തമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പത്രോസ് പ്രാർത്ഥിക്കാൻ വേണ്ടി കയറി. ആ പ്രാർത്ഥിക്കാൻ വേണ്ടി കയറുമ്പോൾ അദ്ദേഹം പെട്ടെന്നൊരു നിദ്രാവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പോൾ താൻ ഒരു സ്വപ്നം കണ്ടു, ഒരു ദർശനം കണ്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരു വലിയ പാത്രം, അല്ലെങ്കിൽ തുപ്പട്ടി എന്നാണ് അത് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകുകയല്ല. വലിയൊരു വല്ലംകൊട്ടയെന്ന് നിങ്ങൾ കരുതിക്കൂ. അതിനകത്ത് ഭൂമിയിലെ എല്ലാതരം മൃഗങ്ങളെയും സകലമാന ഭക്ഷണ വിഭവങ്ങളെല്ലാം കൂടെ ചേർത്ത് തനിക്ക് വേണ്ടി കൊടുത്തിട്ട് അതിനെ അറുത്ത് ഭക്ഷിച്ചുകൊള്ളുക എന്ന് ദൈവം പറയുന്നതായിട്ടൊരു വാക്കാണ് താൻ കണ്ടത്. അപ്പോൾ അദ്ദേഹം അശുദ്ധമെന്ന് കരുതുന്ന, ഹീനമെന്ന് കരുതുന്ന പലതും അതിനകത്തുണ്ടായിരുന്നു.
എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ദൈവമേ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ തൊട്ടിട്ട് പോലുമില്ല, എന്നെ ഇതിലേക്ക് കിടത്തരുതേ. അപ്പോൾ കർത്താവ് പറഞ്ഞു, ദൈവം വിശുദ്ധമെന്ന് കരുതുന്നതിന് നീ അശുദ്ധമെന്ന് പറയുന്നത് എന്ത്? അങ്ങനെ അദ്ദേഹം ഈ കാര്യത്തിൻ്റെ അർത്ഥം ഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് തന്നോട് പറയുകയാണ്, നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ താഴെ 2 പേർ വരും. ആ വ്യക്തികളുടെ കൂടെ കൂടുതലൊന്നും ചോദിക്കാതെ അങ്ങ് ചെല്ലുക. അവർ നിന്നെ കൊണ്ടെത്തിക്കാൻ പോകുന്നത് കൊർന്നല്യോസ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഭവനത്തിലാണ്. ചുരുക്കി പറഞ്ഞാൽ കൊർന്നല്യോസ് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഉത്തരം ദൈവകൃപയാൽ എത്തേണ്ട ഇടത്ത് ഇപ്പോൾ ചെന്നിരിക്കുകയാണ്. ആ മറുപടി കൊർന്നല്യോസിൻ്റെ വീട്ടിലേക്ക് വരാൻ പോവുകയാണ്. കൊർന്നല്യോസിൻ്റെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൊർന്നല്യോസിൻ്റെ ഉത്തരത്തിനായി ദൈവം ഒരുക്കിയ ഇടത്ത് ദൈവം കൃത്യമായ ഇടപെടൽ നടത്തി. നിങ്ങളോട് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം പരിശുദ്ധാത്മാവിൽ വ്യക്തമാകട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് നിങ്ങളുടെ മറുപടി എവിടെ നിന്നാണോ വരേണ്ടത് അവിടെ ദൈവത്തിൻ്റെ ഇടപെടൽ ഇന്ന് നിങ്ങൾക്കായിട്ടുണ്ടാകും. അത് എത്ര ഉന്നതനായ വ്യക്തിയോടായാലും ദൈവം സംസാരിക്കും. രണ്ടാമത്തെ കാര്യം, പലപ്പോഴും മാനസികമായി നമ്മുടെ കാര്യത്തിൽ ഇടപെടുന്നതിൽ പലർക്കും ഒരു വൈമുഖ്യമുണ്ടാകും. അയ്യേ, ഞാൻ അങ്ങനത്തെ കാര്യത്തിനകത്തൊന്നും പോകുന്നില്ല, എനിക്ക് സമയം മെനക്കെടുത്താൻ വയ്യ, ഞാൻ അങ്ങനത്തെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ എന്തിനാ ഇടപെടുന്നത്? പക്ഷേ ദൈവം അവരെ നിർബന്ധിക്കും. ഞാൻ പറഞ്ഞ കാര്യം നീ ചെയ്യുക എന്നുള്ള കർശനമായൊരു താക്കീതെന്ന പോലെ ദൈവം അവരോട് ഇടപെട്ട് നിർദ്ദേശം കൊടുക്കുന്നത് മുഖാന്തിരം നമ്മുടെ കാര്യത്തിൽ നിന്ന് അവർക്ക് ഒഴിവ് പറഞ്ഞു മാറാൻ പറ്റാതാകും. ചുരുക്കി പറഞ്ഞാൽ ഉന്നതരായ ചിലരെ നമ്മളുടെ ഭവനത്തിലെത്തിക്കാൻ, നമ്മുടെ വിഷയത്തിലെത്തിക്കാൻ, നമുക്ക് വേണ്ടി ചില സ്ഥാപനങ്ങളിലെത്തിക്കാൻ ദൈവം കൃത്യമായി പ്രവർത്തിക്കും. പരിശുദ്ധാത്മാവിന്ന് രാവിലെ നിങ്ങളോട് പറയുന്നത് വളരെ സ്പഷ്ടമായി കേട്ടുകൊള്ളുക. നീ പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞെ, നിന്റെ ഉത്തരത്തെ ബിൽഡ് ചെയ്യാൻ, അത് കൊണ്ടുവരാൻ എവിടെ ഇടപെടൽ നടത്തണോ അവിടെ ദൈവം ഇറങ്ങും. എവിടെ നിന്ന് നിന്റെ വഴി വെളിപ്പെടണമോ അവിടെ ദൈവം വഴി വെട്ടിക്കും. എവിടെ നിന്ന് നിനക്ക് സഹായം കിട്ടണമോ അവിടെ കർത്താവിൻ്റെ കരം ഇന്ന് പ്രവർത്തിക്കും. നിങ്ങളുടെ ഏറ്റവും വലിയ ഭാരം ഇന്ന് എന്തായാലും അതിന് മുമ്പിൽ പ്രാർത്ഥന എന്ന ടെക്നോളജിയെ നിങ്ങൾ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങളുടെ ഉത്തരം അത് എത്ര ഇമ്പോസിബിൾ ആണെങ്കിലും ദൈവത്തിൻ്റെ ശക്തിയാൽ പ്രാർത്ഥിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് കടന്നു വരുമെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു. സാധ്യതയില്ലാത്ത ഒരു കാര്യം ഒരു ചലഞ്ചിനായിട്ട് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു നോക്കൂ. ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ ഒരൊറ്റ കാര്യം നിമിത്തം നിങ്ങളോട് ഞാൻ പറയട്ടെ, സാധിക്കത്തില്ല, നടക്കാൻ പോകുന്നില്ല എന്ന് തന്നെ നിങ്ങൾക്ക് ഉറപ്പുള്ളൊരു കാര്യം ചുമ്മാ പ്രാർത്ഥിക്കാൻ തയ്യാറായാട്ടെ. നിങ്ങൾക്കൊരു ഉത്തരം അതിൻ്റെ മേൽ കിട്ടും. നിങ്ങളുടെ ഏറ്റവും വിലപിടിപ്പുള്ള ആഗ്രഹം വെറുതെ പ്രാർത്ഥിക്കാൻ തയ്യാറാകൂ. ആ ആഗ്രഹത്തിനപ്പുറത്ത് അതിനെ ചലിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകും. ഒന്നെനിക്കറിയാം, ഇന്നെൻ്റെ വാക്കുകളെ കേട്ട് പ്രാർത്ഥിക്കുന്ന സകലരുടെ മുമ്പിലും റിജക്റ്റ് ചെയ്ത ചില ഡോക്യുമെൻറ്റുകൾ തന്നെ തിരിച്ച് അപ്രൂവലാകാൻ പോകുന്നു. നിങ്ങൾക്കിനി ഇവിടെ സ്പേസ് ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങളോട് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞവർ തന്നെ നിങ്ങളെ അപ്പോയിൻ്റ് ചെയ്യാൻ തയ്യാറാകുന്ന കാഴ്ച നിങ്ങൾ കാണും. നിങ്ങൾക്ക് വേണ്ടി ഒരിക്കലും ഇടപെടുകയില്ല എന്ന് നിങ്ങൾ കരുതുന്ന ആൾക്കാർ നിങ്ങൾക്ക് വേണ്ടി തൽസ്ഥാനത്ത് ദൈവത്താൽ നിയമനം ചെയ്യപ്പെട്ടവരെ പോലെ ഏർപ്പെടും. നാലാമത്തെ കാര്യം, നിങ്ങൾക്ക് വേണ്ടി സ്വാഭാവികമായും ഇടപെടുന്നതിൽ വൈമുഖ്യമുള്ള ആൾക്കാർ പോലും എന്തോ ഒരു നിർബന്ധം നിമിത്തം, എന്തോ ഒരു വല്ലാത്ത പ്രേരണ നിമിത്തം നിങ്ങൾക്ക് വേണ്ടി ആ കാര്യം ചെയ്യുന്നതിൽ അവർ ബദ്ധശ്രദ്ധാലുക്കളായി പ്രവർത്തിക്കും. കർത്താവിൻ്റെ പ്രവൃത്തിയുടെ സമയമായി നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. അപ്പാ ആരാധന, യേശുവേ ആരാധന. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് തന്നെ ദൂരെ ചിലർക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ, ചിലർക്ക് വേണ്ടി ചില ഗവൺമെൻറ് ഓഫീസുകളിൽ പരിശുദ്ധാത്മാവ് വ്യക്തമാം വിധം പ്രവർത്തിക്കുന്നതിനായിട്ട് സ്തോത്രം. ചലിക്കാത്തതിനെ ചലിപ്പിക്കുന്ന, ഇതുവരെ മാനസികമായി പൊരുത്തപ്പെടാത്ത ചിലതിനെ ഞങ്ങൾക്ക് വേണ്ടി ഇണക്കുന്ന ആ ദൈവപ്രവൃത്തി ആരംഭിച്ചിരിക്കാൻ സ്തോത്രം. ഇന്ന് മുട്ടിന്മേൽ നിന്ന് തിരുസന്നിധയെ കരങ്ങൾ വിരിച്ചു പിടിച്ച് അങ്ങയോട് പ്രവർത്തിക്കുന്ന അങ്ങയുടെ മക്കൾ ചോദിക്കുന്നത് എന്തും അവർക്ക് നൽകിക്കൊടുക്കുന്ന ഒരു കൃപ ഇവർക്ക് വേണ്ടി ആത്മലോകത്തു നിന്നും ഭൗതിക തലങ്ങളിലേക്ക് ഇറങ്ങി വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം. എൻ്റെ കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുകയാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. എത്ര മനോഹരമായൊരു ദൂത്, എത്ര സന്തോഷകരമായൊരു ദൈവശബ്ദം. നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരു വലിയ പ്രേരണ കർത്താവ് തരുന്നു. മുട്ടിന്മേൽ നിന്ന് കരങ്ങളെ വിരിച്ച് സ്വർഗത്തിലോട്ട് പറയുന്നത് എന്തും നമുക്ക് വേണ്ടി ഭൗമമണ്ഡലത്തിൽ നടക്കുമെന്ന് യേശുവപ്പൻ നമുക്ക് ഉറപ്പ് തന്നിരിക്കുന്നു. സന്തോഷിക്കാം, ദൈവം നമ്മളെ സഹായിക്കാൻ പോവുകയാണ്. ഒരു വാക്കുകൂടെ, ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്ത് നമ്മുടെ ആരാധന നടക്കുന്ന സ്ഥലം അറിയാലോ. കോട്ടയത്ത്
ലോഗോസ് ജംഗ്ഷനിൽ ബൈബിൾ സൊസൈറ്റിയുടെ അരികിലൂടെ മുകളിലേക്കുള്ള വഴിയെ ജസ്റ്റ് അങ്ങോട്ട് കയറുമ്പോൾ വലതുവശത്ത് വലിയൊരു ആൽമരം നിൽക്കുന്നു. അതിനോട് ചേർന്നാണ് മന്നാകുളത്തിൽ റെസിഡൻസി. ആ സ്ഥാപനത്തിൻ്റെ ഏറ്റവും മീതെ 7ാം നിലയിൽ നമ്മുടെ ആത്മീക ശുശ്രൂഷ നടക്കുന്നു. ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്, വരണം കേട്ടോ. കർത്താവിൻ്റെ കൃപ നമുക്ക് അനുഭവിക്കാം. സുവിശേഷ വേല ചെയ്യാൻ താല്പര്യമുണ്ടോ എങ്കിൽ നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ഇടത്ത് തന്നെ ഇരുന്നുകൊണ്ട് ഈ മെസ്സേജ് 100 കണക്കിന് ആൾക്കാർക്ക് ഷെയർ ചെയ്യൂ. 10,000 ഇത് കാണട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.